എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മധുരക്കിഴങ്ങ് നമുക്ക് ചോറിന് സൈഡ് ഡിഷായിട്ടും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായയ്ക്ക് 4 മണിക്ക് പലഹാരമായും ഒക്കെ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. മധുരക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ തന്നെ കനം കുറച്ച് വേണം അരിഞ്ഞു വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിൽ അരിയാം, പക്ഷേ എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞു വയ്ക്കുക. മധുരക്കിഴങ്ങ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഉറപ്പില്ലാത്ത മധുരക്കിഴങ്ങ് വാങ്ങരുത്, അത് പഴകിയതൊക്കെ ആയിരിക്കും. നമുക്കൊരു പാത്രത്തിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടി, ഇത് സാധാരണ മുളക് പൊടിയാണ്, അതുപോലെ തന്നെ 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. മധുരക്കിഴങ്ങ് എടുക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള മുളക് പൊടിയും മറ്റു പൊടികളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മധുരക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് 3 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കുക്ക് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഇളക്കിയൊന്നും വേണ്ട ഇത് ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ. ഇനി നമുക്കതൊരു മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി 2 മിനിറ്റ് കൂടി നമ്മളിത് മൂടി തന്നെ ഇങ്ങനെ വയ്ക്കും. അതിനുശേഷം നമുക്ക് സർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇത് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാണ്, സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട് ഒരല്പം ശർക്കര പാനി കൂടി നമുക്ക് ചേർക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ ശർക്കര കഷ്ണം എടുത്തിട്ട് അതൊന്ന് ചികി വെള്ളത്തിലിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക. ചിലപ്പോൾ വല്ല ചെറിയ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കടിക്കണ്ട, അപ്പോൾ അതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കുക. ഈ ഒരു ശർക്കരപ്പാനി തണുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഫ്രൈയിലേക്ക് അല്പമായിട്ട് 1-2 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. മധുരക്കിഴങ്ങിൻ്റെ പ്രധാന ഗുണം മാനസിക സമ്മർദ്ദം അകറ്റാൻ ഇത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. കാഴ്ചക്കുറവ് അകറ്റുവാനും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുവാനും ഒക്കെ മധുരക്കിഴങ്ങ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പല്ലുകളുടെയും എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും മധുരക്കിഴങ്ങ് നല്ലതാണ്. കലോറി കുറഞ്ഞ മധുരക്കിഴങ്ങ് ശരീരഭാരം കുറയ്ക്കുവാനും വളരെ അനുയോജ്യമായ ഒരു ആഹാരമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഈവനിങ് സ്നാക്സ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.